ജെസ്സി ഫുഡ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് രണ്ടാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ അൽഹംദുലില്ലാഹ് ഒന്നാമത്തെ നോമ്പ് നല്ല സുഖമായിട്ട് റാഹത്തായിട്ട് തന്നെ കഴിഞ്ഞു. ഇന്നും തന്നെ നേരത്തെ തന്നെ നൈസ് പത്തിരി ഒക്കെ പരത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ വൈകുന്നേരം വന്നിട്ട് നമുക്ക് ചുട്ടെടുക്കാനേ ഉള്ളൂ കേട്ടോ. അങ്ങനത് ആ പത്തിരിയൊക്കെ പരത്തി പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഇന്ന് ചിക്കൻ സമൂസയും കൂടെ റെഡിയാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ചിക്കൻ സമൂസക്കുള്ള ഫില്ലിങ്ങൊക്കെ റെഡിയാക്കി നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതും. എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് വൈകുന്നേരം ലൈറ്റായിട്ട് കിച്ചണിലെത്തിയാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ സമൂസക്കുള്ള ഫില്ലിങ്ങൊക്കെ റെഡിയാക്കി അത് സമൂസേൻ്റെ ഷേപ്പാക്കിയിട്ട് വെക്കും. എന്നിട്ട് പിന്നെ വൈകുന്നേരം അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഇത് പൊരിച്ചിട്ടെടുക്കുള്ളൂ കേട്ടോ. പത്തിരിയും കറിയൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ തന്നെ റെഡിയാക്കും. ബാങ്ക് കൊടുക്കുമ്പോഴത്തേന് തന്നെ അതെല്ലാം റെഡിയാക്കി വെക്കും. പക്ഷേ തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം പിന്നെ അത് കഴിക്കുള്ളൂ കേട്ടോ. അങ്ങനെ അത് നമ്മളെ സമൂസേൻ്റെ പണിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനിന്ന് ചിക്കൻ മുളകിട്ട കറിയാണ് റെഡിയാക്കി വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ചിക്കൻ മുളകിട്ട കറിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് കറിയൊക്കെ വേവായി. പിന്നെ ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മളെ കറീൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കറിയൊക്കെ റെഡിയാക്കിയതിന് ശേഷമാണ് പിന്നെ പത്തിരി ചുട്ടെടുക്കാറുള്ളത് കേട്ടോ. പത്തിരിയാണ് ലാസ്റ്റ് ചെയ്യണ പണി. പരത്തി വെച്ചാൽ പിന്നെ നമുക്ക് ചുട്ടെടുക്കാൻ എളുപ്പമാണല്ലോ. അങ്ങനെ ഞാൻ പത്തിരിയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇനി തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് അത് കഴിക്കുള്ളൂ കേട്ടോ. എന്നാലും ഇത് നേരത്തെ തന്നെ ചുട്ട് വെച്ചാൽ നമുക്ക് നിസ്കരിക്കാൻ പോകാനും തറാവീഹ് നിസ്കരിക്കാനൊക്കെ പിന്നെ അതിൻ്റെ ഇടയിലൊന്ന് വന്നിട്ട് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് റവ കാച്ചിയതും കൂടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാലിലാണ് റെഡിയാക്കുന്നത് കേട്ടോ. പിന്നെ തേങ്ങാപ്പാൽ ഉണ്ടാക്കിയാലാണ് ടേസ്റ്റ്. എന്നാലും ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് പാൽ ഒഴിച്ചിട്ടാണ് റെഡിയാക്കുന്നത്. അങ്ങനെ പാൽ തളിച്ചിട്ട് കുറച്ച് തിക്കായിട്ടല്ല നല്ല ലൂസായിട്ടുള്ള റവയാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഞാൻ നല്ല ലൂസായിട്ട് റെഡിയാക്കി വെക്കാൻ കേട്ടോ. അങ്ങനെ നമ്മളെ റവയുടെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അവസാനമായിട്ട് ഇതിൽ വറവും കൂടെ ഇട്ട് കൊടുത്താൽ റവ ഉണ്ടാക്കുന്ന പണി കഴിഞ്ഞു. പിന്നെ ഈ റവയും തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ആരും കഴിക്കൂല. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് വന്നിട്ടത് കഴിക്കുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ അവസാനമാണ് ഞാൻ സമൂസ പൊരിച്ചെടുക്കുന്നത്. സമൂസ നല്ല ചൂടോടെ കഴിക്കണമെങ്കിൽ നമുക്ക് ബാങ്ക് കൊടുക്കേണ്ട കുറച്ച് മുന്നേ അത് പൊരിച്ചിട്ടെടുക്കുള്ളൂ കേട്ടോ. പിന്നെ ഫ്രൂട്ട്സും കൂടെ കട്ട് ചെയ്തു. ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ പിന്നെ എല്ലാവരും ഹെൽപ്പിനുണ്ടാവും. വൈകുന്നേരം ആകുമ്പോൾ പിന്നെ എല്ലാവരും കിച്ചണിൽ തന്നെ ഉണ്ടാവുമല്ലോ. കുട്ടികളും ഹസ്ബൻഡൊക്കെ ഉണ്ടാവും. പിന്നെ അവരൊക്കെ എല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ടും ടേബിളിൽ ഡിസ്പ്ലേ ചെയ്യാനൊക്കെ അവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു രണ്ടാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.